ബീച്ചിൽ ഡാൻസ് ചെയ്യുന്ന 2-3 വീഡിയോ ഇട്ടിരുന്നു. അതിലൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിയൊരു കാര്യത്തിന് മിസ്റ്റേക്സ് ഉണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം 2-3 പേരത് ചോദിച്ചിരുന്നു. ഈ ലോറിയിൽ ഇരുന്നിട്ട് ചെയ്ത സ്റ്റെപ്സ് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് എടുത്തതാണ്. മതിലിന് മുകളിൽ നിന്ന് കാലാട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ മതിലൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ലോറി കാണുന്നതും ആ സ്റ്റെപ്സ് ലോറിയിലാക്കുന്നതും. പിന്നെ ഇതൊരു ബ്ലോഗായിട്ടൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തേനെ. രാവിലെ 5:30 മണിക്ക് ബീച്ചിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്തു എന്നായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നത്. ഞാൻ ആ മിസ്റ്റേക്സ് തിരുത്താൻ നോക്കി. പക്ഷേ എനിക്ക് റീൽസിൻ്റെ ക്യാപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 പേര് ചോദിച്ചു ബീച്ചിൽ ആ സമയത്ത് വെളിച്ചമുണ്ടായിരുന്നോ എന്ന്. 5:30 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് പെട്രോളൊക്കെ അടിച്ച് ഏകദേശം ഒരു 6-6:30ക്കുള്ളിൽ ഞങ്ങൾ ബീച്ചിലെത്തി. ആ സമയത്ത് അവിടെ നല്ല വെളിച്ചമായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിനുള്ള തെളിവ് ഈ വീഡിയോയിലുണ്ട്. ഞാൻ ആ ഒരു പോർഷൻ എടുക്കാൻ കാരണം സ്റ്റോറി ആയിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് എടുത്തത്. എന്തായാലും ഇങ്ങനൊരു സൂര്യോദയം എടുത്തത് നന്നായി. കാരണം എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇന്നിരിക്കേ രാവിലെ പൊട്ടും തൊട്ട് എവിടെ നടി നീ വരുന്നേ? ആയിരിക്കും, കപ്പിൾസ് ആയിരിക്കും. എടേ പൊട്ടും കുത്തിയുള്ള മനുഷ്യരെ പഠിപ്പിക്കാൻ വന്നിരിക്കുക. എവിടെ അവള് ഇതിപ്പോ ഇവിടെ നിന്ന് വേറെ ഇരുന്ന് അതിലും ആഗ്രഹം കൊണ്ട് സൂര്യ ഹലോ, ബീച്ചിൽ കുളിക്കാൻ പോയിട്ട് കുട്ടി എവിടെ പോവാ? കുട്ടി കുഞ്ഞിന് ബീച്ചിൽ പോണില്ല പരാതി. ബീച്ചിൽ പോവാൻ തുടങ്ങി ഇപ്പോഴോ നമ്മൾ? ബീച്ചിലേ ഇനി അടുത്ത ബീച്ചിലേക്ക് നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ഇപ്പൊ തന്നെ അയ്യാണ്ടായി കുഞ്ഞാ. ഇത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഏകദേശം ഒരു 9:30-10 മണിക്കുള്ളിലാണ് ഞങ്ങൾ തിരിച്ചു പോയത്. എന്താണ് കുഞ്ഞു ചീച്ചയായില്ലേ? നല്ല വെള്ളാണോ? യെസ് മീമി. 5:30 മണിക്ക് ബീച്ചിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. പിന്നെ ബീച്ചിലെത്തിയപ്പോൾ കുറേ നേരം ഏകദേശം ഒരു 1 മണിക്കൂറോളമൊക്കെ കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഒരു താഴേക്കൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവർ ആക്റ്റീവായി ഓടിക്കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ പുള്ളി വീഡിയോ ഷൂട്ട് ചെയ്തത്. കുഞ്ഞുങ്ങളെയും വെച്ച് ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ബീച്ചും കൂടെ ആയത് കാരണം കൂടുതൽ ശ്രദ്ധ കുഞ്ഞുങ്ങളിലേക്കായിരുന്നു. എന്നാലും മാക്സിമം പറ്റുന്ന പോലെ എന്തൊക്കെയോ ചെയ്തു. ബീച്ചിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്നുള്ളതായിരുന്നു ഈ ഒരു പോക്കിൻ്റെ പ്രധാന ഉദ്ദേശം. പക്ഷേ ആ ഒരു ഉദ്ദേശം മാത്രം നടന്നില്ല. ആദ്യം ഷോർട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ ടീഷർട്ട് ഇട്ടിട്ട് വർക്കൗട്ട് വീഡിയോ ചെയ്യാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അപ്പോഴത്തേനൊക്കെ കയ്യിൽ നിന്ന് പോയി. കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. പിന്നെ കുറേ ടേക്ക് എടുക്കേണ്ടി വന്നു. ആദ്യത്തെ 1 മണിക്കൂർ വെറുതെ പോയി. എനിക്ക് ഈ ബീച്ച് വർക്കൗട്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ഏകദേശം 8-9 വർഷത്തിന് മുകളിലുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ ഫിറ്റ്നസ്സിലോട്ട് വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ യൂട്യൂബിൽ ഒരു ട്രെയിനർ വർക്കൗട്ട് ചെയ്യുന്ന കണ്ടിരുന്നു, ബീച്ച് വർക്കൗട്ട്. അത് കണ്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അന്നൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്കും അതുപോലെ ബീച്ച് വർക്കൗട്ട് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ആ സമയത്ത് പാലക്കാടായിരുന്നു. ഏകദേശം 10-14 വർഷത്തോളം പാലക്കാടായിരുന്നു. അപ്പോൾ പിന്നെ കടലൊന്നും ഉണ്ടായില്ല. ഷൂട്ട് ചെയ്യണമെങ്കിൽ തൃശ്ശൂരോ കോഴിക്കോടൊക്കെ പോകേണ്ടിയിരുന്നു. എന്നാലും എപ്പോഴെങ്കിലും എറണാകുളത്തേക്ക് വരുമ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ടും ബീച്ച് വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും 2025 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ബീച്ച് വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.